ഹലോ പയനിയേഴ്സ്, നമ്മുടെ മൈനിങ് റേറ്റ് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് നമ്മുടെ സെക്യൂരിറ്റി സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഒരു 5 പേരെ നമ്മുടെ റെഫറൽ ടീം മുഖേന ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ഇല്ലെങ്കിൽ നമുക്കറിയാവുന്ന പൈ മൈനേഴ്സിനെ നമ്മുടെ ടീമിലല്ലാത്ത ആൾക്കാരെ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സെക്യൂരിറ്റി സർക്കിൾ എൻഹാൻസ് ചെയ്യാം. അതുപ്രകാരം നമ്മുടെ മൈനിങ് ബൂസ്റ്റ് 100% കിട്ടുന്ന രീതിയിലുള്ളൊരു സംവിധാനമുണ്ട്. അതാണ് ഞാനിവിടെ ഡെമോ ചെയ്യുന്നത്. ഓക്കെ, ഐ എം ക്ലിക്കിംഗ് ഓൺ ദ ഗ്രീൻ ബട്ടൺ 0.39 പൈ പെർ അവർ എന്നുള്ള അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ ടോട്ടൽ മൈനിങ് റേറ്റ് അതിൻ്റെ ബ്രേക്കപ്പ് എങ്ങനെയാണെന്ന് നമുക്കിവിടെ വിശദമായിട്ട് കാണാം. അതിനകത്ത് നോക്കിയാൽ അറിയാം ബൂസ്റ്റേഴ്സിൽ പയനിയർ, അതായത് നിങ്ങൾ തന്നെ മൈൻ ചെയ്യുന്ന സമയത്ത് 100%, സെക്യൂരിറ്റി സർക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ 5 പേരെങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ വീണ്ടും ഒരു 100% നമുക്ക് മൈനിങ് ബൂസ്റ്റ് കിട്ടും. അതിനെന്താണ് ചെയ്യേണ്ടത്? യു ക്യാൻ ഗോ ടു ഇൻക്രീസ് നമ്മൾ ക്ലിക്ക് ചെയ്തു. അടുത്ത സെക്യൂരിറ്റി സർക്കിളിൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഞാനിപ്പോൾ ഓൾറെഡി കുറേ പേരെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ വ്യക്തികളുടെ പേരാണ് നമുക്കിവിടെ കാണുന്നത്. ആഡ് മോർ കൊടുക്കാം. എനിക്കിപ്പോൾ ഇന്നിപ്പോൾ ആഡ് ചെയ്യാനായിട്ട് ആരും ഇല്ല, കാരണം എല്ലാവരെയും ആഡ് ചെയ്ത് കഴിഞ്ഞതാണ്. ഐ വിൽ ജസ്റ്റ് സീ. ഇവിടെ ഓൾറെഡി ഓൾ പീപ്പിൾ ആർ ആഡഡ്. ഇവിടെ ഒരു അക്കൗണ്ട് ഡിലീറ്റഡ് ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ റെഫറൽ മുഖേന ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തികളുടെ എല്ലാം പേര് ഇവിടെ ഇങ്ങനെ കാണും. ആഡ് മോറിൽ കൊടുത്തു കഴിഞ്ഞാൽ കാണും. അവരെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇത് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഡിലീറ്റഡ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ. ഓക്കെ, ഇതാണ് ഒരു മാർഗം. ഓക്കെ, നമ്മൾ ഡയറക്റ്റായിട്ട് സ്പോൺസർ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ റെഫറൽ മുഖേന നമ്മുടെ ടീമിലുള്ള വ്യക്തികളെ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാം. സെക്കൻഡ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ഫ്രം കോണ്ടാക്ട്സ് ആണ്. ആഡ് ഫ്രം കോണ്ടാക്ട്സിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവരുടെയും പേര് വരും. അവിടെ ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കാം. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടീമിലല്ലാത്ത അതേസമയം പൈ മൈനിങ് ചെയ്യുന്ന നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് ഇവിടെ പേരിന് നേർക്ക് പൈയുടെ ഒരു എംബ്ലം കാണും. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ നെറ്റ്വർക്ക് കണക്ഷൻ പൂർ ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് കാണുന്നുണ്ടാവില്ല. ഓക്കെ, സോ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി, എൻ്റെ ടീമിലല്ലാത്ത ഒരു വ്യക്തി, മൈനിങ് ചെയ്യുന്ന വ്യക്തിയെ എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ഒന്ന് സെർച്ച് ചെയ്ത് അദ്ദേഹത്തിനെ ഒന്ന് ആഡ് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഗിരി പ്രകാശ് ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻ ബട്ട് നോട്ട് ഇൻ മൈ ടീം. ഓക്കെ, ഇദ്ദേഹം മെമ്പറാണ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിനെ വേണമെങ്കിൽ നമുക്ക് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി സർക്കിളിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇങ്ങനെയാണെങ്കിലും നമുക്കൊരു 5 പേരെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി സർക്കിൾ ബൂസ്റ്റ് കിട്ടും. 100% മൈനിങ് ബൂസ്റ്റ് കിട്ടും. സ്പീഡ് കുറേയും കൂടെ കൂടുതലാകും. ഓക്കെ.